നിങ്ങളൊരു മലയാളിയാണോ, നിങ്ങളൊരു കേരളീയനാണോ? ഞാൻ പറയുന്ന കഥ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കിട്ടാൻ കാരണം നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് ആണെന്നാണ്. എന്നാൽ അതല്ല. അത് നമുക്ക് രണ്ടാമത്തെ കാരണമായിട്ട് കൂട്ടാം. പക്ഷെ ഒന്നാമത്തെ കാരണം അതല്ല. ഒന്നാമത്തെ കാരണം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഞെട്ടലുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനും ഞെട്ടിപ്പോയി. ആ കഥ ഒരു സിനിമയുടെ പിന്നാമ്പുറ കഥയാണ്. പക്ഷെ അതൊരു സിനിമയെ വെല്ലുന്ന ഇന്റർനാഷണൽ സ്റ്റോറിയാണ്. 1989 മുംബൈയിലുള്ള ഒരു ആർട്ട് മേക്കിംഗ് കമ്പനിയാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ നൽകിയത്. പക്ഷേ എന്നാൽ 1945-50 കാലഘട്ടങ്ങളിൽ കേരള സംസ്ഥാനം ഉടലെടുക്കുന്നതിന് മുന്നേ ഒരു വിദേശി കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ടാഗ് ലൈൻ നൽകിയിട്ടാണ് കടൽ കടന്നു പോയത്. അദ്ദേഹത്തിന്റെ പേരാണ് ജെയ്ച്ച് ഫെലിക്സ്. ഉദയ സ്റ്റുഡിയോ ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. സിനിമയുടെ പേരാണ് വെള്ളി നക്ഷത്രം. കഥയും കഥാപാത്രങ്ങളും എല്ലാം റെഡിയായി. ക്യാമറാമാൻ മാത്രം റെഡിയായില്ല. ക്യാമറാമാനെ തിരക്കി ഉദയയുടെ തന്നെ താരമായ ആലപ്പി വിൻസെന്റ് മദ്രാസിയിലേക്ക് വണ്ടി കയറി. മദ്രാസിയിൽ ചെന്ന് ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കൈ കുടഞ്ഞപ്പോൾ കഥയിലേക്ക് പറയുന്ന പോലെ ആ വെള്ളം ചെന്ന് തെറിച്ച് വീണ ഒരു വിദേശിയുടെ മേത്താണ്. ആ വിദേശിയുടെ പേരായിരുന്നു ജെയ്ച്ച് ഫെലിക്സ്. ആലപ്പി വിൻസെന്റ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമായിരുന്നു. മഹാരാജാസ് കോളേജിൽ നിന്നാണ് ഡിഗ്രിയും പി ജിയും എടുത്തത്. അതിനുശേഷം ജെയ്ച്ച് ഫെലിക്സും ആലപ്പി വിൻസെന്റും ഒരു തീന്മേശയുടെ അപ്പുറം ഇപ്പുറം നിന്ന് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ സംഭാഷണങ്ങൾ തുടർന്നു. ആലപ്പി വിൻസെന്റ് പറഞ്ഞു, ഞാനൊരു ക്യാമറാമാനെ തിരക്കിയാണ് മദ്രാസിയിലേക്ക് വന്നത്. അപ്പോൾ ജെയ്ച്ച് ഫെലിക്സ് പറഞ്ഞു, ഞാനും ഒരു ക്യാമറാമാനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ എത്തിപ്പെട്ടത്. അതിനുശേഷം ആലപ്പി വിൻസെന്റ് ജെയ്ച്ച് ഫെലിക്സിനെയും കൂട്ടി ഉദയ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നു. ഉദയ സ്റ്റുഡിയോ സ്ട്രക്ചർ ചെയ്തതും ഉദയ സ്റ്റുഡിയോയുടെ ആദ്യ സിനിമയായ വെള്ളി നക്ഷത്രത്തിന്റെ ക്യാമറാമാനും ഡയറക്ടറും എഡിറ്ററും ജെയ്ച്ച് ഫെലിക്സ് ആയിരുന്നു. ഉദയയുടെ ആദ്യ സിനിമ എന്നുള്ള പരിഗണനയിൽ വെള്ളി നക്ഷത്രത്തിന് ഒത്തിരി അനുമോദനങ്ങളും ആദരവും കിട്ടുകയുണ്ടായി. ഈ ആദരവുകൾ ഏറ്റുവാങ്ങാനായിട്ട് നായകനും നായികയും കഥാകൃത്തും കഥാപാത്രങ്ങളും എല്ലാം അണിനിരുന്നു. പക്ഷേ ജെയ്ച്ച് ഫെലിക്സിനെ മാത്രം ആരും കണ്ടില്ല. ജെയ്ച്ച് ഫെലിക്സ് ആരാണ് തിരക്കിയതിന്റെ ക്യാമറാമാൻ ഡയറക്ടർ ആരാണ്? ജെയ്ച്ച് ഫെലിക്സിന്റെ ഒരു ഫോട്ടോ പോലും അവശേഷിപ്പിക്കാതെയാണ് ജെയ്ച്ച് ഫെലിക്സ് കടൽ കടന്നു പോയത്. ജെയ്ച്ച് ഫെലിക്സ് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്താൻ ആലപ്പി വിൻസെന്റ് ഭയപ്പെട്ടിരുന്നു. ജെയ്ച്ച് ഫെലിക്സ് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്താൻ ഭയപ്പെട്ടിരുന്നത് ചിലപ്പോൾ ആലപ്പി വിൻസെന്റും ഒരു രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായി മാറുമല്ലോ എന്ന് പേടിച്ചത് കൊണ്ടായിരിക്കും. കടൽ കടന്നു പോകുന്നതിന് മുന്നേ ജെയ്ച്ച് ഫെലിക്സ് ആലപ്പി വിൻസെന്റിനോട് പറഞ്ഞു, ഡിയർ വിൻസെന്റ്, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ സാക്ഷാൽ ഹിറ്റ്ലറിന്റെ അനുയായിയാണ്. കേരളത്തെക്കുറിച്ച് പഠിച്ച് കേരളത്തിന്റെ ഫുട്ടേജ് എടുത്ത് സ്ട്രക്ചർ ചെയ്ത് ഹിറ്റ്ലറിനെ കേരളത്തെ ആക്രമിക്കാനായിട്ട് കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി. പക്ഷേ ഹിറ്റ്ലർ കേരളത്തെ ആക്രമിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഹിറ്റ്ലറെ ദൈവം ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയിപ്പിച്ചു. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഹിറ്റ്ലർ ആക്രമിക്കാനായിട്ട് മനസ്സിൽ ചിന്തിച്ചപ്പോഴേ ദൈവം ഹിറ്റ്ലറിനെ ഉടലോടെ പരലോകത്തേക്ക് അയച്ചു. അതാണ് യു ആർ ലിവിങ് ഇൻ എ ഗോഡ്സ് ഓൺ കൺട്രി. God decided to meet you. God decided to save you. Really, you are living in a God's own country. പക്ഷേ വിൻസെന്റ്, ഞാൻ പോകുന്ന ഈ ഫുട്ടേജുമായിട്ട് എനിക്ക് പോയേ പറ്റൂ. ഇനി ഹിറ്റ്ലറിനെ അനുയായിനെ ഏൽപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏൽപ്പിച്ചേ പറ്റൂ. എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ദൗത്യം എനിക്ക് ചെയ്തേ പറ്റൂ. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കേരളത്തെ ആരക്രമിക്കാൻ തീരുമാനിച്ചാലും അത് അയാളെ അവസാനിപ്പിക്കാനായിട്ട് ദൈവം തന്നെ മുൻകൈ എടുത്തോളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. ഇതാണ് റിയൽ സ്റ്റോറി. അതായത് സാക്ഷാൽ ലോകം മൊത്തവും ഭയപ്പെട്ടിരുന്ന ഹിറ്റ്ലർ കേരളത്തെ ആക്രമിക്കാനായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോഴേ ഹിറ്റ്ലറെ ലോകത്തു നിന്ന് തന്നെ വിട പറയിപ്പിച്ചതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. സ്വന്തം നാട് ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവം തന്നെ ഹിറ്റ്ലറെ ലോകത്തു നിന്ന് തന്നെ വിട പറയിപ്പിച്ചു. അങ്ങനെയാണ് ഗോഡ്സ് ഓൺ കൺട്രി ആദ്യമായിട്ട് ഈ ടാഗ് ലൈൻ കേരളത്തിന് നൽകിയത് ജെയ്ച്ച് ഫെലിക്സ് ആണ്. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം, അല്ലെങ്കിൽ ആലപ്പുഴ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കാസർഗോഡ് കർണാടക ബോർഡറാണ്. അത് റിലേറ്റഡ് ആണ് കാന്താര എന്ന് പറയുന്ന സിനിമ. ഇതൊരു ഒറിജിനൽ സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി.